ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ സ്ഥിരം പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലങ്ങളിലെ വില നിർണ്ണയിക്കാനുള്ള സംയുക്ത സർവേ ഇന്ന് തുടരും. റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് വയനാട്ടിലെത്തി തുടർ നടപടികൾ പരിശോധിക്കും. അനൂപ് കെ ആർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ദ്രുതഗതിയിലുള്ള പുനരധിവാസ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലങ്ങളിലെ വില നിർണ്ണയിക്കാനുള്ള സംയുക്ത സർവേ അടക്കം ഇന്ന് തുടരും. റവന്യൂ മന്ത്രി കെ രാജൻ അടക്കം വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലങ്ങളിലാണ് നേരത്തെ പറഞ്ഞതുപോലെ സർവേ നടക്കുന്നത്. ഇത് സ്ഥലം സംബന്ധിച്ചുള്ള സർവേ അല്ല, അതേസമയം ഈ സ്ഥലത്തിലെ വസ്തുവകകൾ സംബന്ധിച്ച് വിലനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേയാണ്. ഇത് ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ JO അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുന്നത്. റവന്യൂ, വനം, കൃഷി, സർവേ വകുപ്പ് ഈ ഉദ്യോഗസ്ഥരുടെയാണ് ഓരോ സംഘത്തിലും ഉള്ളത്. കൽപ്പറ്റ വൈത്തിരി താലൂക്കിലെ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള ഹെൽസ്റ്റൺ എസ്റ്റേറ്റ്, അതോടൊപ്പം അത് അവിടെ ഈ പരിശോധന പൂർത്തിയാൽ പിന്നീട് മേപ്പാടി നെടുമ്പാലയിലുള്ള ഹരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ്, ഈ 2 സ്ഥലങ്ങളിലാണ് പരിശോധനകൾ നടക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കുവാൻ ആണ് തീരുമാനം. റവന്യൂ ഉദ്യോഗസ്ഥർ ഭൂമിയുടെയും വനം ജീവനക്കാർ ആ സ്ഥലത്തുള്ള മരങ്ങളുടെയും, കൃഷി ഉദ്യോഗസ്ഥർ അവിടെയുള്ള വിളകളുടെയും മറ്റും വില നിശ്ചയിക്കും. ഇത് ക്രോഡീകരിച്ചാണ് പിന്നീട് സർക്കാരിന് റിപ്പോർട്ട് നൽകുക. ഏതാണ്ട് ഈ ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഇത് അടുത്ത വാരത്തോടുകൂടി ഇത് പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കും. എസ്റ്റേറ്റ് ഉടമകൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ അല്പം വൈകിയത്. ഏതായാലും ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ഹൈക്കോടതിയുടെ നിലവിൽ ഉത്തരവ് പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാം. ഏതായാലും സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. ADM കെ ദേവകി, ഡെപ്യൂട്ടി കളക്ടർ PM കുര്യൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ തഹസിൽദാർ B പ്രശാന്ത് എന്നിവരാണ് ഇപ്പോൾ ഇത് സർവേക്ക് നേതൃത്വം നൽകുന്നത്. ഏതായാലും ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള ഭാവി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഒക്കെ വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് ജില്ലയിൽ എത്തുന്നുണ്ട്. 10 മണിക്ക് അദ്ദേഹം ഈ 10-11 കൂടിയിട്ട് വയനാട് ജില്ലാ കളക്ടറേറ്റിൽ ഒരു അവലോകന യോഗവും മറ്റും ചേരുന്നുണ്ട്. അതിനുശേഷം ഇത് സംബന്ധിച്ച് ഇന്നലെ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ച ശേഷം വന്ന ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. ഏതായാലും അതിലെല്ലാം അദ്ദേഹം ഒരു മറുപടി നൽകുകയും ചെയ്യും. ഏതായാലും ഈ സർവേ നടപടികൾ ഇന്നും തുടരുകയാണ്. ശരി, അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്.